ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ സാക്ഷിയായി ഒരു സാക്ഷ്യം പറയുവാനായി എനിക്ക് അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഗ്ലാഡി ജോസ്. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ താഴേക്കാട് ഇടവകയിൽ നിന്നും വരുന്നു. അമ്മ തന്ന വലിയൊരു സാക്ഷ്യം ഇപ്പോൾ പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതെൻ്റെ മകൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷ, മകൾ റോസ്മരിയ. അവൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷ പാസ്സായി. ആ സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇവിടെ വന്ന് സെപ്റ്റംബർ 18 2024 ഉടമ്പടിയെടുത്ത് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ചൊല്ലാറുണ്ട്. എല്ലാ ദിവസവും കുർബാന മുടങ്ങാതെ പള്ളിയിൽ പോവാറുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. തൊട്ടടുത്ത പാലിയേറ്റീവ് കെയറിൽ പോയിട്ട് അവിടെ അമ്മമാരെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പോയി അവരെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്. മകൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ അവളെ വിശുദ്ധ തൈലവും ഉപ്പും കൊടുത്താണ് അവളെ പരീക്ഷയ്ക്ക് വിടാറ്. ആ സാക്ഷ്യം അവൾ പറയും. എൻ്റെ പേര് റോസ്മരിയ ജോസ്. ഞാൻ CA ഫൈനലിന് പഠിക്കുകയായിരുന്നു. ഞാൻ മെയിൽ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. 3 പേപ്പറിൽ 1 പേപ്പറാണ് കിട്ടിയുള്ളൂ. പിന്നെ എനിക്ക് നവംബറിലായിരുന്നു എക്സാം. അപ്പോൾ ഞങ്ങൾക്ക് ടോട്ടൽ 6 പേപ്പേഴ്സാണ്. അപ്പോൾ എനിക്ക് ബാക്കി 5 പേപ്പറാണുള്ളത്. പരീക്ഷയ്ക്ക് പോയപ്പോൾ അമ്മ എനിക്ക് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് തന്നു. പിന്നെ ഉപ്പൊക്കെ തന്നിട്ടാണ് വിട്ടത്. ഞാൻ വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി പരീക്ഷാ ഹാളിൽ കയറി. അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പാടായിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ച് പാടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവെല്ലാം നടത്തി തരും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ കൂടെ ഞാൻ പരീക്ഷയ്ക്ക് അമ്മ ഉടമ്പടി എടുത്ത തൊട്ട് ഞാൻ അമ്മയുടെ കൂടെ ഉടമ്പടിയുടെ പ്രാർത്ഥനയും രാവിലത്തെ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ചൊല്ലാറുണ്ടായിരുന്നു. ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ടും അത് ചൊല്ലി. അത് കഴിഞ്ഞ് December 26 എൻ്റെ റിസൾട്ട് വന്നത്. ഞാൻ ബാക്കി 5 പേപ്പറും ക്ലിയർ ചെയ്ത് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത് ഡിസംബറിൽ ഒരു ഗ്രൂപ്പ് അവളെ പാസ്സാക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത മെയിൽ അടുത്ത എക്സാം എഴുതുമ്പോൾ അടുത്ത ഗ്രൂപ്പ് അവളെ പാസ്സാക്കി കൊടുക്കണേ മാതാവ് എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സമയ ചുരുക്കം നൽകുന്ന മാതാവ് ഡിസംബറിൽ 2 ഗ്രൂപ്പും അവളെ പാസ്സാക്കി തന്നെ അനുഗ്രഹിച്ചു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി